हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे. 1990-കളിലാണ് നമ്മുടെ AG രാധാകൃഷ്ണൻ സാറ് IAS ട്രാൻസ്ഫർ ആയിട്ട് MINLC, നമ്മുടെ ഇപ്പോഴത്തെ LMIG ഒന്നും വന്നില്ല, അന്ന് മെക്കാനിക്കൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ലോഞ്ച് കോംപ്ലക്സ് ആണ്, അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഹെഡെന്ന് നമ്മുടെ എസ് രാമകൃഷ്ണൻ സാറായിരുന്നു. ആ കാലത്ത് പിന്നീട് നമ്മുടെ GD ഒക്കെ ആയിട്ട് റിട്ടയർ പോയ N ജനാർദ്ദൻ സാറാണ് മെക്കാനിക്കൽ ഇൻ്റഗ്രേഷൻ്റെ മൊത്തം ചാർജ് അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഒരു ടീമാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് രാധാകൃഷ്ണൻ സാറ്, ഇപ്പോഴത്തെ ഡയറക്ടറായിട്ടിരിക്കുന്ന സോമനാഥ് എസ് സോമനാഥ്, നമ്മൾ B ജയകുമാർ, ഇപ്പോൾ റീസെൻ്റായിട്ട് മാർക്കറ്റിയുടെ PD ആയിട്ടിരിക്കുമ്പോൾ റിട്ടയർ ചെയ്ത് പോയ B ജയകുമാർ സാർ, ഇവർ മൂന്നാളും ഒരു റൂമിനകത്ത് നിന്ന ആൾക്കാരാണ്. അവിടെ ഒരു വിനു നാരായണൻ ഉണ്ടായിരുന്നു നമുക്കതിന് മുമ്പ്, അദ്ദേഹം ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോകുമായിരുന്നു. ആ സീറ്റിലേക്കാണ് രാധാകൃഷ്ണൻ വന്നത്. ആ സീറ്റാണ് രാധാകൃഷ്ണൻ. പിന്നീട് അദ്ദേഹം ഈ വട്ടിയൂർക്കാവ് ഏരിയയിൽ തന്നെയാണ് സ്ഥലമൊക്കെ വാങ്ങിക്കലും വീട് വെക്കലും ഒക്കെ ചെയ്തപ്പോഴേക്ക് ഞങ്ങൾ ശരിക്കും കുടുംബ സുഹൃത്തുക്കളെ പോലെ എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ പോകും വരും ഒക്കെ ചെയ്യും. അങ്ങനെ നല്ല ബന്ധം ഉണ്ടായി. ആ സമയത്ത് എൻ്റെ മകനൊക്കെ ഓരോ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയൊക്കെ ഈ പ്രഥമ ദൂസരി എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിലുള്ള ബേസിക് കാര്യങ്ങളും അല്ല സ്കോളർഷിപ്പ് എക്സാം എഴുതാനൊക്കെ വേണ്ടി ഇവിടെ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിലാണ് സെൻറ്റർ ഉണ്ടാവും. 2 നേരം എക്സാം ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരുമല്ലേ ഭക്ഷണം. അപ്പം ഞാൻ അതിന് പകരം തൊട്ടടുക്കേണ്ട രാധാകൃഷ്ണൻ സാർ താമസിക്കും. ഞാൻ അവിടെ ചെന്ന് പറയും, എൻ്റെ മകനും പരീക്ഷ എഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ അങ്ങോട്ട് വരും എന്ന് പറയും. മോനോടും പറയും സാറിൻ്റെ അവിടെ പോയി കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ സാറ് പറയും ഇവിടെ ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ലാന്നേ ഉള്ളൂ, ചാപ്പാട് ഇവിടെ റെഡിയാണ് എന്ന് എപ്പോഴും ചെന്നാൽ വളരെ സന്തോഷപൂർവ്വം പറയും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹെൽപ്പായിരുന്നു. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന നെട്ടയത്തുനിന്ന് ഇത് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. കാശ് കൊടുത്ത് ഉച്ചയ്ക്ക് പുറത്ത് കഴിച്ചോളാൻ പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പൈസ വലിയ ടൈറ്റുള്ള കാലമാണ്. സാറ് പറയാൻ പറ്റും, നമുക്ക് സാറ് റിട്ടേൺ ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമ്മൾ റിട്ടേൺ ചെയ്യും എല്ലാവരും. എന്തായാലും അദ്ദേഹം വട്ടിയൂർക്കാവിലുണ്ട്, ഞാനും വട്ടിയൂർക്കാവിൽ തന്നെയാണ് താമസിക്കുന്നത്. നമുക്ക് ഇനിയും കാണാം സാർ, ഇനിയും കൂടാം. So let your life begin, 'cause this is not goodbye. അനുഭവത്തിൽ മിസ്റ്റർ രാധാകൃഷ്ണൻ വളരെ ബ്രില്യൻ്റ് ആണ് ഇൻ ആൾ ഫീൽഡ്സ്, പർട്ടിക്കുലർലി ഇൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് പ്രോസസ്. എല്ലാവരുടെയും വളരെ കോപ്പറേഷനിൽ പോകാനുള്ള കഴിവുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗ്രൂപ്പ് ഡയറക്ടർ ശ്രീ AG രാധാകൃഷ്ണൻ സാർ ഈ മാസം 30-ാം തീയതി സർവീസിൽ നിന്ന് പിരിയുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ഞാൻ സർവീസിലുള്ള കാലത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ ഉള്ളത് ഒരു ബോസ് എന്നതിലുപരി നല്ല ഒരു സുഹൃത്തു കൂടിയായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ സാർ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗ്രൂപ്പ് ഡയറക്ടറായിരുന്ന സേവ്യർ രാജ സാർ സർവീസിൽ നേരെ ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ ആകുന്നു എന്നറിഞ്ഞപ്പോൾ കുറച്ചധികം വിഷമം തോന്നിയെങ്കിലും പകരം വരുന്നത് AG രാധാകൃഷ്ണൻ സാറാണെന്നറിഞ്ഞപ്പോൾ ആ ദുഃഖം സന്തോഷത്തിന് വഴിമാറുകയായിരുന്നു. എന്നും നല്ലൊരു സുഹൃത്ത് ബന്ധം സൂക്ഷിച്ചിരുന്ന AG രാധാകൃഷ്ണൻ സാർ നല്ല ഒരു തമാശ ആസ്വാദകനും തമാശ പറയുന്നയാളും എന്നതിലുപരി എപ്പോഴും ഒരു നല്ല സുഹൃത്തു കൂടിയായിരുന്നു സാറ്. പിരിയുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഇനിയുള്ള ശിഷ്ടകാല ജീവിതം വളരെ സന്തോഷപ്രദവും ഐശ്വര്യപ്രദവും ആരോഗ്യപ്രദവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുവാൻ മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട AGR സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ശ്രീ AG രാധാകൃഷ്ണൻ PSLV ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായ MILCയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ASLV പ്രോജക്റ്റിലായിരുന്നു. തുമ്പയും വലിയമലയും തമ്മിലുള്ള അന്തരം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നത് സ്വാഭാവികം മാത്രം. പിന്നീട് LMIG ടീം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമായി മാറി. അപ്പോഴും ഞങ്ങൾ തുമ്പയിലും വലിയമലയുമായി തുടർന്നു.
1996-ൽ GSLVയുടെ കോർ ബേസ്ഡ് അക്കോസ്റ്റിക് ടെസ്റ്റിനു വേണ്ടിയുള്ള ജോലിക്കായി ബാംഗ്ലൂരിലെ NIL-ലെത്തിയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ സൗഹൃദം പിന്നീട് ഇങ്ങോട്ട് ഷാർലും വലിയമലയിലും ഒക്കെയായി തുടർന്നു വന്നു. ഇടയ്ക്ക് MID LMIG ആയി വളർന്നതിന് ശേഷം ശ്രീ AG രാധാകൃഷ്ണൻ SRE പ്രോജക്റ്റിലേക്ക് മാറുകയും പിന്നീട് PSLV പ്രോജക്റ്റിൻ്റെ APD ആവുകയും ചെയ്ത ശേഷം LMIGയുടെ GD ആയി വീണ്ടും വലിയമലയിലെത്തി. ഒരു ഭ്രമണം പൂർത്തിയായതുപോലെ. തുടങ്ങിയിടത്തു നിന്ന് തന്നെ വിരമിക്കാനാവുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ. RACM ചെയർമാൻ എന്ന നിലയിൽ നല്ല സപ്പോർട്ടാണ് ശ്രീ രാധാകൃഷ്ണനിൽ നിന്നും എനിക്ക് GSLVക്ക് വേണ്ടി നേടാനായത്. സൗമ്യനായ എൻ്റെ സുഹൃത്തിന് അതിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. RACM ചെയർമാൻ എന്ന നിലയിലും GD LMIG എന്ന നിലയിലും ATLന് വേണ്ടി നല്ല പിന്തുണയാണ് ശ്രീ രാധാകൃഷ്ണനിൽ നിന്നും ഇപ്പോഴെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എൻ്റെയും ATLൻ്റെയും നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. ഇനിയും ഈ സൗഹൃദം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഈ അവസരത്തിൽ ശ്രീ രാധാകൃഷ്ണൻ്റെ വരുംകാല ദിനങ്ങൾ ആരോഗ്യപൂർണവും സന്തോഷപ്രദവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Hi Radhakrishna, how are you? I came to know through Chandramoli that you are going to retire on superannuation by the end of this month after a long, exciting, energetic, enthusiastic and challenging journey of life through ISRO. I am happy that you are going to see this important milestone and experience it as some of our colleagues could not see it. The next phase of life will be more thrilling since you will have both time and money. You go for a morning walk daily to be physically fit and have prayers every day to have positive mindset. And the management lessons which we have learnt practically in ISRO will be quite useful here further also. I wish you healthy, wealthy, happy, enjoyable retired life. We are fortunate to have very good friends who will stand by us even after retirement. I wish you all the best. Good luck. Thank you. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. മുന്നോട്ട്, മുന്നോട്ട്, മുന്നോട്ട്. Hi, Radhakrishnan, AGR, my friend. We have many things in common. We passed our degree from the same university. We joined here together in April 85. We both are now in MIG, one in LMIG and one in QRMIG. So that's all the difference. As a bachelor, you had invited me to stay with you in your house. You are one of my best friends. Today, when you call me with affection, Dr. Murugesan, you really touch my heart. And when you as a vehicle director were clearing the PSLV launches for ALS, I loved your melodious voice and I used to get excited. These are the days, my friend AGR. I will cherish these memories forever. You are a perfect gentleman. I have seen your positive attitude whether in office work or in personal matters. You took all the problems in your stride and handled them with ease. You are cordial and mingle well with persons like Ramachandran Nair, a good old friend, or a fresh engineer. Really, you can be proud of your contributions in various capacities, particularly as vehicle director of PSLV and group director of LMIG. In these phases, I had a lot of interactions with you and you gave due importance to our views and did all that is needed for the quality of the systems. I thoroughly enjoyed working with you, AGR. Thank you very much. AGR, you have a young mind and is a teenager in that sense. Retirement gives us many new opportunities and I am sure you will use them fruitfully. My good wishes and prayers for you, AGR, my dearest friend, to have a happy, healthy retired life
with lots and lots of fun and joy. Hi, AGR. Good morning. It's very nice and happy to congratulate you on this occasion. It's really heartening to think that we had such a fantastic relationship for 30 years and we will continue with this relationship. It is a great pleasure to always recollect your smiling face, warm words, and elegant behavior with dignified manners. As the saying goes, if the relationship and friendships are cordial, the duration will look very short. So that is what happened in our case also. Probably the 30 years has run away just like a year. Of course, we'll continue with our warm relationship, and I wish you a happy, healthy, peaceful and eventful life ahead. We will meet and we will continue to interact. Thank you. See, A.G. Radhakrishnan and myself were working in STL ISA division. We were working for the development of 68 NMS momentum wheels for INSAT spacecraft and sitting in nearby rooms in second floor of main building in VSSC. He was working for the bearing and lubrication system, whereas I was doing the design and development of wheel drive electronics. We were close from those days. We were staying in Perindani area. After his marriage, he moved out. Because of our closeness, after my marriage, we went with our families for a picnic to Bangalore and Mysore, along with one of our friends, Sri Sadashivan and family. After his M.Tech, he was posted to work in VSSC for launch vehicle area. Then for some time, he didn't have official contact. When I moved to RNQ, I again had opportunity to associate with him in official matters. I have seen him as a thorough engineer working with a passion. I cherish my association with Radhakrishnan in official and personal life. In this occasion, I wish him a very happy and healthy superannuated life. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. Hi, AGR. I find you are leaving this office after serving 13,328 days with remarkable memories which we can cherish. I had too little interactions with you and I could gain a lot. And in fact, I am behind you wherever you go, which happened cohesively in HSP and as a quality supporter in both PSLV and LMIG. I find you as a strong supporter of the quality system, which in turn made all of us in QDMS ease in technical forefront. I find AGR as a leader, advocating both quality and quantity with more than 100 experts in LMIG. Undoubtedly, he had contributed immensely to the launch vehicle mechanical integrations. I can say he has earned name and fame by giving full commitment to the work and is an excellent example of inspiration to all of us. He is a perfect mechanical engineer of VSSC. I find traits like loyalty, honesty, courage, integrity, fortitude and other important virtues in AGR to copy and make a paste in our mind.
I am very ambitious that the difficulty due to the COVID-19 pandemic will be get eased out soon, and all of us successfully rejoin the normal life without masking our face and mind. On the eve of this retirement, I would like to thank AGR for everything, including the many technical and official supports offered to all of us, and wish him and his family a very healthy, wealthy, purposeful retired life. Thank you. Sir, even though we were aware, it is still very hard to accept that you are superannuating. We have loved being associated with you, initially in the capacity of section at MID, later on as the project executive in PSLV and HSP, and now as the GD LMIG. There are very few who are liked by all, and sir, you are one among them. You have set great examples to everyone at work. Your friendly attitude, politeness and team leadership skills are going to be missed by all. You'll be missed but never forgotten. We wish you a very happy and healthy post-retirement life. Thank you, sir. Thank you, sir. A.G. Radhakrishnan sir, who is fondly called by everyone as AGR. The moment you think about him, I always remember him very pleasant, easygoing, and is a team person. I consider myself fortunate to have worked with him during my stay at VSCC, and he was my first boss. He was more like a senior friend and colleague rather than a boss. And I remember him having a thorough knowledge of mechanical design in launch vehicle mechanical integration area, and he also guided me in few of the projects, few of the designs that I carried out during my tenure at MID. I still remember one day when on one of the Saturdays, we were required to go to office, and it was decided that I will go to his house in the morning, and then we both will together go in a vehicle to office. On the way, suddenly I met with an accident, and I informed him. So he came rushing and admitted me to the hospital. So he was such a caring person, and though he is retiring from office, I think he surely will keep himself busy with many activities, as I learned that he has so many hobbies like painting and other things. So I would like to wish him a happy, healthy, and purposeful and peaceful retired life. Thank you. I know Radhakrishnan from the time I joined VSSC in 1986. We were from the same college and he was 2 years senior to me. I was in QAD and he was in ISU, both were at Rivoli those days. Later on I moved to MINLC Vellamila, and as the PSLV activities picked up, Radhakrishnan too joined MINLC. It was here my close interaction with Radhakrishnan started. In those days, we were a lot of young engineers at MILC, and we had a lot of fun between our works. Radhakrishnan, quite effortlessly, very soon became part of us. He was a fun-loving person, and he needed no effort in mingling with anyone. Hence, he was one of the most preferred and in-demand person for any meetings or get-togethers, both formal or informal. And when we were on tour to Shar, we had to stay in Shar hostel, and evening was always fun time after a day of tireless work. And I was fortunate to enjoy his company during those times. I was also fortunate to enjoy his jovial company during our few trips to Agasthyaragudam and some of our regularly irregular parties. I missed interacting with him when he left for PSLV, but fortunately he was back in LMIG
with greater responsibilities, and soon he was back to his true self, both officially and personally. He was a very helpful, understanding, and amiable person to go with. On his superannuation, I will greatly miss interacting with him officially, but I am sure he will keep in touch with everyone. At this juncture, I wish him all the best and a very happy, healthy, contented retired life. I thought it would be more appropriate to share on my days in PSLE with Sri Radhakrishnan. If I look back, in 2009 time frame, PSLE was badly in requirement of an expert in vehicle integration and system engineering, and I could convince Sri Radhakrishnan to take up this assignment. And in fact, he was holding a better position at HSP during this time frame. And he has been doing a perfect job in PSLE, and I am sure PSLE has benefited quite a lot from him. And as everybody knows, he is basically a soft-spoken in nature, and he was having, and in fact he was maintaining good rapport or relationship with NITs, especially MEIT and Vibration Lab. This has really helped in project to meet the increased launch requirement in spite of presence of priority clashes from other projects, and without much intervention from either APD or PD, he could manage the things. And in 2016 time frame, project test had to perform 6 launches, and this time during this time a lot of brainstorming sessions were held, and every time there used to be a lot of heated arguments and brickbats in PM whenever we took up schedules. But I never saw Radhakrishnan getting agitated or telling some reservation on not able to meet the requirement. And finally things would be done. And that was I think that is his basic character, basic nature. This he could achieve that. And personally, he is a good friend of mine, and in from project also personally I got benefited by his contributions. And at this moment, I wish him great and busy days ahead. Thank you. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ. AGR എന്ന രാധാകൃഷ്ണൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഇങ്ങനെ പറയുന്ന നിരവധി ആൾക്കാർ VSSCയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയാണ്. AGRനെ അടുത്തറിഞ്ഞിട്ടുള്ളവർ മാത്രമല്ല, AGR എന്ന വ്യക്തിയെ അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പറയും. കാരണം യു റിയലി നീഡ് ടു എക്സ്പീരിയൻസ് AGR ടു അണ്ടർസ്റ്റാൻഡ് ഹിം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറഞ്ഞ ഒരു പ്രതീകമാണ്, നിറസാന്നിധ്യമാണ് AGR. AGRനൊപ്പം വളരെയധികം ഈ സ്നേഹവും സന്തോഷവും പങ്കുവച്ച് കഴിയാനായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സന്തോഷമായിട്ടിരിക്കാനും സമാധാനമായിട്ടിരിക്കാനും പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് നേടേണ്ടതില്ല എന്ന് AGR നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. AGRനൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പൂർണ്ണമായിട്ടും സന്തോഷമായിരിക്കാനുള്ള നിരവധി അവസരങ്ങൾ AGR ഉണ്ടാക്കിത്തരും. സന്തോഷത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് AGR. VSSCയിലെ ഈ ജീവിതം കഴിഞ്ഞ് AGR പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ AGRൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാനത്തിന് കടുകിടപോലും വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം AGRന് ഒരു വ്യത്യാസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല BSCക്ക് ശേഷവും. കാരണം AGR എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഏറ്റവും നല്ല സുഹൃത്തിനെ നമ്മൾ നേടുന്നത് ഒരു മുഴുവൻ ജന്മം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൗഹൃദങ്ങൾ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കും എല്ലാ കാലത്തും. എല്ലാവർക്കും നന്മ വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. Hi AGR, now it's our turn to leave ISRO. Years have rolled just like that. I still remember when you joined from ISU and you have become part of the great integration team under the leadership of Sri S. Ramakrishnan. And you remember he always used to advocate two principles. One is have complete system knowledge of the work you are carrying out. Second thing is maintain good spirit, since integration is a teamwork. As I see throughout your service life, you have strictly followed these principles, and with your good temperament and openness, and you are dear to all of us, and you are a good friend for me also. I am sure you have more memories to cherish from MID than any other place you have worked. Of course, you have spent more time as an integration engineer, and on this occasion I wish you good health and also very, very happy retired life. We all cherish the long association we had with our beloved Sri A.G. Radhakrishnan sir in PSLV project. In fact, he was in PSLV project donning multiple roles like vehicle director, as well as associate project director, associate vehicle director, as well as deputy project director. And quite a good number of missions of PSLV were achieved and accomplished successfully during his tenure. The most significant ones being Mars Orbiter mission, DMC-3 commercial mission, and of course the record-setting 104 satellite mission. And also quite a good number of systems were introduced on board PSLV. The most significant one being one of the most complicated electromechanical actuation system in PS2 stage, replacing the electro-hydraulic actuation system, which was a very complicated subsystem. And under his guidance and leadership, we could achieve it very successfully in the very first mission itself. We are extremely thankful to Radhakrishnan sir for all the guidance and help he has rendered to PSLV project team. And he has got a very special capability for coordinating and interacting with the different participating agencies during launch campaign activities. His acumen or expertise in carrying out multiple launch campaign activities simultaneously is really something to be emulated. He never quarrels with anyone. He gets along well with everyone, and he also ensures that all the participating teams jive well with each other during the entire campaign phase. We are extremely grateful to Radhakrishnan sir again for the smooth campaign of multiple missions. In fact, I understand that he has completed something like 25 missions in PSLV. Then after some time he was moved out of PSLV when the management thought that his expertise has to be shared or enjoyed by other launch vehicles of ISRO also, and he was moved back to MVIT as in the senior role of group director. And after moving back to MVIT also, we were very privileged, and we always got preferential treatment for our PSLV requirements. Once again we are grateful to him. He's really a very cordial, very jovial, a very cool guy to interact with, and the expertise, the guidance, the leadership he renders to the PSLV project team members is really worth mentioning, and we are indebted to him. I on behalf of all members of PSLV project core team take this opportunity to wish him the very best, excellent times ahead, a very healthy, a very settled and a very comfortable as well as peaceful time ahead after superannuation. Thank you sir, thank you very much. सर्ग सौंदर्य में
ശ്രീ എ ജി രാധാകൃഷ്ണൻ, നമ്മളെല്ലാം സ്നേഹപൂർവ്വം വിളിക്കുന്ന AGR, ഈ മാസം അദ്ദേഹത്തിന്റെ ISROയിലെ പ്രവർത്തന കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹമായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തനങ്ങൾ ഒരു തിരിഞ്ഞു നോക്കാനായിട്ട് ഒരു ചെറിയ സമയത്തുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം PSLVയുടെ പ്രവർത്തനങ്ങളിൽ അങ്ങ് വ്യാപരിച്ചിരിക്കുന്ന സമയത്താണ് രാധാകൃഷ്ണൻ അവിടെ അവതരിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ ചെറുപ്പക്കാരും മാത്രം ഉണ്ടായിരുന്ന ഒരു സംഘത്തിലേക്ക് രാധാകൃഷ്ണൻ കടന്നുവരവ് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ജോലിക്ക് ഉൾപ്പെടെ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ ഓഫീസിന് പുറത്തും സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ രാധാകൃഷ്ണൻ എപ്പോഴും കരുതി വെച്ചിരുന്നു. അദ്ദേഹം ഓഫീസിലെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയാം. ഒരു മെക്കാനിക്കൽ ഇന്റഗ്രേഷൻ ഡിസൈനറായും നമ്മുടെ ഈ പിന്നീട് വന്ന റോക്കറ്റുകൾ PSLV, GSLV Mark III, SSLV മുതലായവയിലൊക്കെ അദ്ദേഹം അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ രാധാകൃഷ്ണൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള ഒരു വളരെ സന്തോഷകരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള രാധാകൃഷ്ണനെ. അദ്ദേഹത്തോട് ഒരുമിച്ച് നടക്കുന്നതോ സംസാരിക്കുന്ന അവസരങ്ങളൊക്കെ ഒരു ചിരിയുടെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളായി മാത്രമേ മാറിയിട്ടുള്ളൂ. അതിലെനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. രാധാകൃഷ്ണന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. റിട്ടയർമെന്റിൽ അദ്ദേഹത്തിന്റെ യാത്രകളും കാഴ്ചകളും തുറന്നുകൊണ്ടിരിക്കട്ടെ. എപ്പോഴെങ്കിലും അതിൽ ഭാഗമാകാൻ എനിക്ക് കഴിയുമെങ്കിൽ വളരെ സന്തോഷം. ഈ യാത്ര വളരെ നീളമേറിയ യാത്രയാണ്. അതിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആറ്റിറ്റ്യൂഡ്, ആ സ്വഭാവം തുടർച്ചയായിട്ട് നിലനിർത്താൻ രാധാകൃഷ്ണൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പഴയ MID ഗാങ്ങിന് ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. அந்திப்பகலுமே நான் பார்க்கிறேன், ஆண்டவனே உன்னை நான் கேட்கிறேன். ராரிராரோ Personally, I don't know, but I am very happy. Even I am offered any other thing, I will continue to be in ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം.